ഈസി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ 135/2025 നമ്മളെല്ലാം എഴുതിയ എക്സാമാണ് സെയിൽസ് വുമൺ അറ്റൻഡ് ഗ്രേഡ് 2 എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. കേരള PSC ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൽഫ കോഡുള്ളത് എടുക്കുകയാണെങ്കിൽ അതിൽ 7th ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 83 ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അത്രയും 3 ക്വസ്റ്റ്യൻസിന് വെരിഫിക്കേഷനുള്ളൂ. ബാക്കി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം ഒന്നുകൂടി. അതേ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, അതായത് താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏതാണ്? ഓപ്ഷൻ എ ചെമ്മീനാണ്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈന. ആകാശത്തെ നിലനിർത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? വിസരണം. 2022 ഫിഫ വേൾഡ് കപ്പ് ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതല്ല? ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരളത്തിലെ പാരമ്പര്യേതര ഒരു സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? അനേർട്ട. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നതിൽ ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ്? വില്ലോ മരം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കെ കേളപ്പൻ. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജലത്തിലൂടെ പകരുന്നൊരു വൈറസ് രോഗം ഏതാണ്? മഞ്ഞപ്പിത്തം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. ബാരലാച്ചല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ജയന്തിയാക്കുന്ന സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നു? മേഘാലയ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1931. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്താണ്? യങ് ഇന്ത്യ. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരി ആയത്? 1804. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. വാദിക്കാനും ജയിക്കാനുമല്ല അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ആൻസർ മന്നത്ത് പത്മനാഭൻ. വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയ്ബൂൾ ലംജാവോ. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവിഡ ശൈലി. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപതി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ ലോകപ്രസിദ്ധ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ ലോകപ്രസിദ്ധ ക്ഷേത്രം ഏതായിരുന്നു? ആൻസർ ബൃഹദീശ്വര ക്ഷേത്രം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച
ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? കുടുംബശ്രീ. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? സുഗതകുമാരി. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കുവാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൻ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി വിജയഭാരതി സയാനി. ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? വിശ്വഭാരതി. 1988 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? PT ഉഷ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? മുതിരമ്പുഴ. നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? മിഥുൻ ചക്രവർത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപം. പൊയ്കൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏതാണ്? INS അലിഖാദ്. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതന്ത്രത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ ആണ്? അരുവിപ്പുറം ക്ഷേത്രം. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറുക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം ഏതാണ്? മനു ഭാക്കർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. താഴ്ത്തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ്? റിക്സിയ ബ്രയോഫൈറ്റ. മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? 270 മുതൽ 280 ദിവസം. തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതികവിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? DNA ബാർകോഡിംഗ്. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ്
കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? മെലാറ്റോണിൻ. താഴ്ത്തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏതാണ്? ആൻസർ അനുയാത്ര. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവന പരിശോധിച്ചിട്ട് ചുവടെ നൽകിയിട്ടുള്ളതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. താഴ്ത്തന്നിരിക്കുന്നവയിൽ നിന്നും കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏതാണ്? ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകരമായ സവിശേഷ കോശങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. വിറ്റമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്പ് ക്വാർക്ക് +2/3 ഈ ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് -1/3 ചാർജ് ഉള്ളതുമാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ക്വാർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ആൻസർ പ്രോട്ടോൺ 3 ഡൗൺ ക്വാർക്കും ന്യൂട്രോൺ 3 അപ്പ് ക്വാർക്കുമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഒപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ആൻസർ ജലം. 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം ഏതാണ്? എല്ലായിടത്തും 6 കിലോഗ്രാം. തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ജൂൾ പെർ സെക്കൻഡ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? ഓപ്ഷൻ എ ആണ് -273.15°C. ചലനത്തെ സംബന്ധിക്കുന്ന പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ശരി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാതെ ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഇവർ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയായിരുന്നു. 3 പ്രസ്താവനകളും ശരിയാണ്. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിൻ്റെ ഗതികോർജവും ആകെ ഊർജവും എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി. ഗതികോർജം E/2, ആകെ ഊർജം E/2. -E/2 ആൻഡ് ആകെ ഊർജം E/2. ഓപ്ഷൻ ബി. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഈ ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. മെൻഡലിയേഫ് അറ്റോമിക മാസ്, മോസ്ലി അറ്റോമിക നമ്പർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? ആൻസർ സിന്നബാർ. സിന്നബാർ. ഒരു സമചരത്തിൻ്റെ ഒരു വശം 3 ആണ്. അതിൻ്റെ വികരണത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി. 3√2. x-1 = x-3 ആയാൽ എക്സിൻ്റെ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2 ആണ്. 23283 എന്നുള്ള ആൻസർ അടുത്ത പദം അത് നമുക്ക് 2, 3, 5 7 എഴുതിയിരുന്നു. ആൻസർ അവിടെ തെറ്റാണ്. 2, 3 ആകുമ്പോൾ ഒരെണ്ണേ വരുന്നുള്ളൂ. 3, 2, 5 അങ്ങനെയും വരാം. 7 ആവാം. പക്ഷേ ആൻസർ തെറ്റാണ്. ഓക്കെ, ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെൻറ്റിമീറ്ററും ആയാൽ വശങ്ങളുടെ തുക എത്രയാണ്? ആൻസർ 40 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ ആണ്. ചതുർഭുജം 1, ഷഡ്ഭുജം ആൻസർ ഓപ്ഷൻ ബി ആണ്. 1/8 + 1/16 ദശാംശ രൂപം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 86. ആൻസർ ഓപ്ഷൻ സി ആണ്. 0.1875. x-2 ഒരു ബഹുപദത്തിൻ്റെ ഘടകമാണെങ്കിൽ P2 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 0. 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം എത്രയാണ്?
ആൻസർ ഓപ്ഷൻ എ 29. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? ഓപ്ഷൻ സി 5/6. 90യുടെ ആൻസർ ഓപ്ഷൻ എ ആണ് വന്നിട്ടുള്ളത്. ഒരു മട്ടത്രികോണത്തിന് 2 കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 45 ഡിഗ്രി. 3/8നെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടിയെങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് 9/64. 3/3, 5/5, 7/6 ഇവ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്രയായിരിക്കും കിട്ടുക? ആൻസർ ഓപ്ഷൻ എ 1. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിങ്സിലായി ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആകും? ആൻസർ ഓപ്ഷൻ എ ആണ് 116. 4:x = 1024 ആയാൽ 4x - 1 എത്ര ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 256 ആണ്. 256 ആണ്. പഞ്ചപഥം 108 ഡിഗ്രി ആണെങ്കിൽ നവഭുജം എത്രയായിരിക്കും? ആൻസർ 140 ഡിഗ്രി. 2, 8, 32 അടുത്ത സംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരുന്നു നമുക്ക് വന്നിട്ടുള്ളത്? 128 ആണ്. 1/3.3125 ആണെങ്കിൽ 1/032 എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് 31.25. വിട്ടുപോയ കള്ളി പൂരിപ്പിക്കാൻ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 100 എന്ന് പറയുമ്പോൾ 25 ആൻഡ് 1/2² എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 650 ആൻസർ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. താങ്ക് യു. അറിയാവുന്ന ഗുഡ് കമൻസ് ഒക്കെ ഇടുക. ഗുഡ് കമൻസ് നമുക്കത് മോണിറ്റൈസ്ഡായി, ബട്ട് ചാനൽ റീച്ച് ആവുന്നില്ല. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക് യു.